ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ ഒരു ചിക്കൻ ചോറുണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് 3/4 കിലോ ചിക്കൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അരി ഏതരി വേണമെങ്കിലും ഇപ്പോൾ ചോറ്, ഇപ്പം മട്ടയുടെ ചോറുണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കാം, എന്ത് വെച്ചുണ്ടാക്കാം. ഇപ്പം ഞാൻ അതുകൊണ്ട് താണ്ടെ ഇതുപോലെ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മുറി നാരങ്ങയുടെ നീര്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടി, കുറച്ചുപ്പേ. ഇതെല്ലാം കൂടി ഇതിനകത്ത് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കാം. കാര്യം ഇതിനകത്ത് വെള്ളം പണ്ടെങ്കിൽ ചോറ് വേവിക്കാം എടുക്കാൻ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 വിസിൽ കേൾപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അരി വേവിക്കാൻ നോക്കാം. നമ്മുടെ ചിക്കൻ വേവട്ടെ. 2 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കിയിടാം. ചിക്കൻ്റെ 2 വിസിലും വന്ന് ഞാൻ സ്റ്റൗ ഓഫാക്കി ഇതിനെ കിടക്കട്ടെ. ഇതിൻ്റെ അകത്തെ പ്രഷറൊക്കെ ആവിയൊക്കെ പോകട്ടെ, എന്നിട്ട് നമുക്ക് തുറക്കാം. നമ്മുടെ ചിക്കൻ വെന്തോന്നൊക്കെ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. കാര്യം ഇപ്പം ഈ വെള്ളം, ചിക്കൻ വേവിച്ച വെള്ളമില്ലേ, നമുക്ക് ചോറ് വെക്കാൻ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം ഇത്രയും ഒഴിച്ചത്. ഇത് തണുക്കട്ടെ. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് ജീരകശാല അരി എടുത്ത് വെച്ചിട്ടുണ്ടേ. നമ്മൾ മട്ടയരി ചോറുണ്ടെങ്കിൽ എൻ്റെ ആ ചോറുപ്പ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കാതിരുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഈ ബിരിയാണി അരി 3 ഗ്ലാസ്, ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കുതിർത്തട്ടയൊന്നുമില്ല, അളന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതൊന്ന് കഴുകിക്കൊണ്ടുവരട്ടെ. നമുക്ക് ഈ കഴുകിക്കൊണ്ടുവന്ന അരിയില്ലേ, ഇതിനകത്ത് എത്ര ഗ്ലാസ് വെള്ളം ഉണ്ടെന്നത്, ഇതൊരു 1.5 ഗ്ലാസ് വെള്ളമുണ്ടേ, ചിക്കൻ വേവിച്ച വെള്ളം. ഇതിനകത്ത് ഈ കൊണ്ടുവന്ന അരി ഇതിനകത്തിടാം. മൂന്ന് ഗ്ലാസ് അരിയാണ് വേണ്ടത്. 3 ഗ്ലാസ് അരിയാണുള്ളത്. ഇതിനകത്ത് 1.5 ഗ്ലാസ് വെള്ളമുണ്ട്. ഇനി ഒരു 4.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കേ. ഒരു 2.5 ഗ്ലാസ് ആയേ, 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്ത്. മൂന്നര, 4.5, അല്ല 4, 4 ഇത്രയും മതിയേ. അല്ല 4 അല്ല 6 അല്ലേ.
വേറെ ഗ്ലാസ് 5. ഞാൻ 5 ഗ്ലാസ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിനകത്തൊരു ശക്കല ഉപ്പ് നോക്കാം. കാര്യം ചിക്കൻ ഉപ്പിട്ട് പുഴുങ്ങിയോണ്ടേ വെള്ളത്തിന് ഉപ്പ് ഇല്ല, ശക്കലവേ ഉപ്പുള്ളൂ. അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഞാൻ പ്രഷറൊന്നും ചെയ്യുന്നില്ല. വേണ്ട പ്രഷർ റബ്ബറൊക്കെ മാറ്റി ഇത് വെറുതെ ഒന്ന് അടച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് അടച്ചിട്ടാൽ മതിയേ. ഇനി ഇത് ഗ്യാസ് ഓണാക്കാം. ഇത് തിളയ്ക്കട്ടെ, നമ്മൾ അരി വേവട്ടെ. ആ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ ഇതിൻ്റെ എല്ലൊന്നും ഇല്ലാതെ നമുക്ക് മാംസം എടുക്കാം. ഉണ്ടോ, നല്ല വെന്ത് നല്ല സോഫ്റ്റായി. ഉണ്ടോ, ഇനി ഇത് നമുക്ക് എല്ലൊന്നും ഇല്ലാതെ എല്ലാം ഇളക്കിയെടുക്കും. ഇതിൻ്റെ മാംസമൊക്കെ എടുത്ത് വെക്കാം. ഇങ്ങനെ ചൂടുണ്ട്, ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കാം. എല്ല് വരരുത്. ഒന്നുകൂടെ തണുക്കാനുണ്ട്. നമ്മുടെ ചിക്കനെല്ലാം നമുക്ക് പിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഗ്യാസ് ഇവിടെ കത്തിക്കാം. ഇനി ഇത് ഈ ചോറില്ലേ ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് തീരെ കുറച്ചിടാം. ഞാൻ ഇവിടെ തിളച്ചപ്പോൾ ഞാൻ തീ കുറച്ചിട്ടിരുന്നേ. ഒരു 1 മിനിറ്റ് പോലും ആയിട്ടില്ല. ഇപ്പോൾ അങ്ങോട്ട് മാറ്റി. ഇത് 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ അണച്ചിടും ഗ്യാസ്. ഇനി ഇതിനകത്ത് ഈ അടുപ്പിലോട്ട് പാത്രം വെച്ചിട്ടുണ്ട്. തീ കൂട്ടിയിട്ട് വെക്കാം. പാത്രം ചൂടാകട്ടെ. നമ്മൾ പാത്രം ചൂടായി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. എണ്ണ ഒന്ന് ചൂടാകട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തേ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇട്ട് കൊടുക്കും. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചോറ് നോക്കിയേ, ഞാൻ പിന്നെ പ്രഷർ ചെയ്തല്ലല്ലോ ചെയ്തത്, സാധാരണ രീതിയിലല്ലേ വെച്ചത്. ഇത് ഞാൻ ഒന്ന് അരി തിളച്ചിട്ട് ചെറിയ തീയിൽ 2 മിനിറ്റ് വേവിച്ചേ. എന്നിട്ട് തുറന്ന് നോക്കി വേണ്ട, എന്നിട്ട് 2 മിനിറ്റ് വെച്ചേക്കണം. അത് കഴിഞ്ഞാൽ എടുത്തത്. ഓക്കെ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ പല അരിക്കും പല വേവാണേ. ഇനി ഇതിനകത്തോട്ട് ഒരു ഇടത്തരം 2 തക്കാളി അരിഞ്ഞതേ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. കവർ ചെയ്തൊന്നും കൊടുക്കണ്ട. നമ്മുടെ തക്കാളിയെല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം റെഡിയായി. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ, അതല്ല 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി,
പിന്നെ നിങ്ങളുടെ എരിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഏത് മുളക് പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കുക. മറ്റേ എരിയുള്ള മുളക് പൊടിയോ. ഒരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒന്ന് കുറയ്ക്കാൻ ഞാൻ മീഡിയത്തിൽ ഇട്ടേക്കുമായിരുന്നു. ഇതിൽ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇതിലോട്ട് നമ്മൾ വേവിച്ച് പിച്ചെടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ, ഇത് 3/4 കിലോ ചിക്കനാണ് ഞാൻ എല്ലോട് കൂടി വേവിച്ചത്. അപ്പോൾ എല്ലാം ഒരു കുറേയൊക്കെ പോയിട്ടുണ്ട് എല്ലൊക്കെ. അതിനൊരു 3/4 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഇട്ടിട്ട് നല്ല ഇളക്കേ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. ഉപ്പ് വേണമെന്ന് നോക്കിക്കണം. ചോറിന് കറക്റ്റ് ഉപ്പാണ്. ഇനി ഇതിന് നോക്കണേ. ചിക്കൻ ഉപ്പിട്ട് കൊടുത്താ വേവിച്ചത്. കുറച്ച് ഉപ്പ് വേണം. കാര്യം ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടല്ലേ, മതിയേ. എല്ലാം കൂടെ ഇളക്കാം. ഇതെല്ലാം കൂടെ ഈ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ ചെറിയ തീ കിടന്ന് ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. കാര്യം ഈ ചിക്കൻ എല്ലാം കൂടെ ആയിട്ട് മിക്സ് ആവട്ടെ. ഇങ്ങനെ 2 മിനിറ്റ് കിടക്കട്ടെ. കവർ ചെയ്യണ്ട, ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഇതൊക്കെ മതിയേ. ഇനി ഇതിനകത്ത് ഓക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ ഒരു 4 മുട്ട പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇവിടെ ഒഴിച്ചു കൊടുക്കാം. ഇനി തീയൊന്ന് ശകലം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഞാൻ അത് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം.
നല്ല മണം, നല്ല സൂപ്പർ മണം. ഉപ്പെല്ലാം ഇതിന് കറക്റ്റാണേ. ഈ കുറയ്ക്കാം, 1 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ എഗ്ഗും ചിക്കനും എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വറ്റിച്ചത്. അതേസമയം കിടന്നില്ല കേട്ടോ, 1 മിനിറ്റോളം ആയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തോട്ട് തീരെ കുറച്ചിട്ടേക്കാണേ. ഈ ചോറില്ലേ ഇങ്ങോട്ടിടാം. ഇതാ ചിക്കൻ വെള്ളത്തിൽ വെച്ച് വേവിച്ച ചോറായേ. ഇതിനകത്ത് ഞാൻ വേറെ മസാലയൊന്നും ഇട്ടിട്ടില്ല. എല്ലാം ഒന്ന് മിക്സ് ചെയ്യേ. നല്ല മണമാണ് വരുന്നത്. ഇതിനൊക്കെ ഇനി എന്ത് കറി വേണം? എന്തെങ്കിലും കറി വേണം? ഒന്നും വേണ്ട, ഒരു തൈര് മാത്രം മതി. പപ്പടം, ഓക്കെ. എന്താ ടേസ്റ്റ് എന്നറിയാമോ ഇതിന്? വിശ്വസിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ബിരിയാണി വരെ മാറിയെന്ന് പോകും. വലിയ മസാലയൊന്നും ഇല്ലല്ലോ, ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. വെറും മസാലപ്പൊടി, ചിക്കൻ മസാല പൊടി മാത്രമേ ഇട്ടിട്ടുള്ളേ. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഗ്യാസ് ഒന്ന് ഓഫാക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടേക്കില്ലേ. നമ്മൾ ചോറെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിയിലയൊക്കെ ഇട്ടല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചോറാണ്, അടിപൊളി ചിക്കൻ ചോറാണ്. വിരുന്നുകാരൊക്കെ വരുമ്പം വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അതിഗംഭീരമായൊരു ചോറ്. ഒരു തൈര് ഉടച്ചതുണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാം പപ്പടമായിട്ട്. അപ്പം ഞാൻ ഈ പ്ലേറ്റിലോട്ട് എടുക്കേ. ഓക്കെ, മാറ്റട്ടെ. അതിഗംഭീരമായൊരു ചിക്കൻ ചോറേ, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, നല്ല മണമാണ്.
നല്ല ടേസ്റ്റാണ്, നല്ല രുചിയോടുകൂടി കഴിക്കേ. ഇപ്പം തൈര് ഒഴിച്ചാൽ തൈര് വേണ്ടെങ്കിൽ തൈരും വേണ്ട, പപ്പടം വേണ്ടെങ്കിൽ പപ്പടവും വേണ്ട, ഇത് മാത്രം മതി കഴിക്കാനായിട്ട്, ഒരു പിക്കിളും ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമ്മുടെ മട്ട അരിക്കാത്തത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മട്ടയരി ചോറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈസിക്ക് വേണ്ടിയിട്ട് ഈ അരി എടുത്ത് വേവിച്ചത്. മട്ടയരി ചോറൊക്കെ വേവിച്ചെടുക്കാൻ പാടല്ലേ, കുറച്ച് നേരം സമയം എടുക്കത്തില്ലേ, പ്രഷർ കുക്കർ ഇട്ടാലും പിന്നെ അത് ഇരിക്കണം. ഓക്കെ, അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.